തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിലെ അമൂല്യമായ സ്വർണ്ണാഭരണങ്ങൾ ആരാണ് കവർന്നത്? കഴിഞ്ഞ നവംബറിൽ നടന്ന കവർച്ച എന്തുകൊണ്ടാണ് ഇത്രയും നാൾ മറച്ചുവെച്ചത്? അതീവ സുരക്ഷിതമായ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളിൽ ഏറ്റവും വിലപിടിപ്പുള്ളവ മാത്രമാണ് മോഷ്ടാവ് തെരഞ്ഞെടുത്തതെന്നത് പോലീസിനെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരുന്ന 2 കോടി രൂപ വിലമതിക്കുന്ന അമൂല്യമായ സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയത്. വജ്രാഭരണങ്ങൾ ഉൾപ്പെടെയുള്ളവ അലമാരയിൽ ബാക്കിയുണ്ട്. കൊട്ടാരത്തിലെ ആഭരണങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവുള്ളവരാകാം മോഷണത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. നിലവിൽ കൊട്ടാരത്തിലെ 15 ജീവനക്കാരും പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 1-നും നവംബർ 1-നും ഇടയിലുള്ള കാലയളവിലാണ് മോഷണം നടന്നെന്നാണ് പ്രാഥമിക നിഗമനം. കൊട്ടാരത്തിലെ കിടപ്പുമുറിയിലെ ഇരുമ്പ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത്. സാധനങ്ങൾ എവിടെയെങ്കിലും മാറിവെച്ചതാകാമെന്ന് കരുതിയാണ് പോലീസിൽ വിവരമറിയിക്കാൻ വൈകിയതെന്ന് പരാതിയിൽ പറയുന്നു. ശനിയാഴ്ച ഉച്ചയോടെയാണ് പോലീസ് എഫ്ഐആർ രേഖപ്പെടുത്തിയത്. അരപ്പവന്റെ പവിഴം കോർത്ത മാല മുതൽ പത്മനാഭസ്വാമിയുടെ ചിത്രം പതിച്ച പതക്കം വരെ നീളുന്ന വലിയൊരു ശേഖരമാണ് മോഷണം പോയത്. $8 ലക്ഷം വില വരുന്ന പച്ചക്കല്ല് പതിച്ച നാഗപടക്കമ്മലും മാലയും പതക്കവും 6 പവൻ തൂക്കം വരുന്ന റൂബി കല്ലുകളും ഡയമണ്ടുകളും പതിച്ച വളകൾ, പിച്ചിപ്പൂമുട്ട ഡിസൈനിലുള്ള സ്വർണ്ണപാദസരം, സ്വർണ്ണക്കുഴി മിന്നുമാല, 5 കുതിരപ്പവൻ നാണയങ്ങൾ എന്നിവയും നഷ്ടപ്പെട്ടവയിൽ ഉൾപ്പെടുന്നു. നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന കൊട്ടാരത്തിൽ നിന്നും പുറമേ നിന്നും എത്തിയ ആൾ മോഷണം നടത്താനുള്ള സാധ്യത കുറവാണ്. നിലവിൽ കൊട്ടാരം ജീവനക്കാരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. കൊട്ടാരം സന്ദർശിക്കാൻ എത്തിയവരുടെ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. നവംബറിൽ ബംഗളൂരുവിലേക്ക് പോകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് വരെ ആഭരണങ്ങൾ അലമാരയിൽ ഉണ്ടായിരുന്നുവെന്നാണ് കുടുംബത്തിന്റെ മൊഴി. പരാതി നൽകാതെ രഹസ്യമായി അന്വേഷണം വേണമെന്ന കൊട്ടാരത്തിന്റെ ആവശ്യം സിറ്റി പോലീസ് കമ്മീഷണർ കെ കാർത്തിക് നിരാകരിച്ചതോടെയാണ് 5 മാസത്തിന് ശേഷം മോഷണത്തിൽ ഔദ്യോഗികമായി കേസെടുക്കാൻ രാജകുടുംബം തയ്യാറായത്. കേസ് രജിസ്റ്റർ ചെയ്തതോടെ വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും കൊട്ടാരത്തിലെത്തി കൂടുതൽ തെളിവുകൾ ശേഖരിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.